രമേശ് ചെന്നിത്തലയിലെ മാധ്യമ വാർത്താ സമ്മേളനത്തിലേക്ക്. ടാരിഫ് വർദ്ധിച്ചപ്പോൾ 100 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി കൊടുത്തു എല്ലാവർക്കും. കേരളത്തിൽ അത് ചെയ്യട്ടെ, അതിൻ്റെ ഉത്തരവാണ് ഞാൻ നിങ്ങൾക്ക് തരാം. തമിഴ്നാട്ടിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൻ്റെ പേരിൽ 100 യൂണിറ്റ് സൗജന്യമായി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ വൈദ്യുതി വർധനവിൻ്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതാണ് ഞാനൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇതിന് വലിയൊരു അഴിമതിയും കൊള്ളയും നടക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ മറ്റൊരു കൊള്ള ഇവിടെ നടക്കാൻ പോകുന്നു. ഇത് രണ്ടിനും കൃഷ്ണൻകുട്ടി മന്ത്രി ഒരു നോക്കുകുത്തിയായി ഇരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നടത്തിയ ഒരു വലിയ അഴിമതി തന്നെയാണിത്. മുഖ്യമന്ത്രി അതിനകത്ത് വ്യവസായ മന്ത്രിയുടെ കൂട്ടുണ്ട്. വ്യവസായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ യൂണിവേഴ്സൽ കമ്പനിക്ക് അടുത്ത 25 വർഷം കൂടെ നീട്ടി കൊടുക്കുക. ഇതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പദ്ധതിക്ക് കൊടുത്താൽ കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.